എല്ലാവർക്കും നമസ്കാരം. സന്ധ്യ ഹരിപ്പാട് നിന്നും അനുഭവം അയച്ചിട്ടുണ്ട്. അതിനു മുന്നേ പറയട്ടെ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ബട്ടണിലൂടെ വരിക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളുടേതാവുമ്പോൾ എനിക്ക് ഇത് പെട്ടെന്ന് വായിക്കാൻ സാധിക്കും. നമ്പറൊക്കെ സേവ് ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രൂപ്പിൽ പറ്റുമെങ്കിൽ മെമ്പർ ആവുക, എന്നിട്ട് അനുഭവം അയക്കുക എന്ന് പറയുന്നത്. സർ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഹരിപ്പാട് മുതുകുളം എന്ന സ്ഥലത്തുള്ളതാണ്. എനിക്കുണ്ടായ വലിയ ഒരു അനുഭവം, അതായത് ഭഗവാൻ എന്നെ അതിന് നിമിത്തമാക്കി എന്നുള്ളതാണ് സത്യം. എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ച വിമല ടീച്ചർ, അതായത് 99-2002 ബാച്ച് ടീച്ചർ, എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ടീച്ചറുമായി ഞാൻ ഇപ്പോഴും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടീച്ചർ കഴിഞ്ഞ വീക്ക് എന്നെ വിളിച്ചു, കുട്ടി ഞാനൊരു വിവരം തിരക്കാൻ വിളിച്ചതാണ്. ഗുരുവായൂർ കൃഷ്ണനാട്ടം നടത്തുന്നത് എങ്ങനെയാണ്, റെസിപ്റ്റ് നേരത്തെ എടുക്കണോ, കാര്യം സാധിച്ചതിന് ശേഷം നടത്തിയാൽ മതിയെന്നൊക്കെ വിവരം തിരക്കി. എന്തിൻ്റെ നേർച്ചയാണ് എന്ന് ടീച്ചർ പറഞ്ഞു. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന കുട്ടിയുടെ മകന് വേണ്ടിയാണ്. അവൻ മിലിറ്ററി മെഡിക്കൽ ഒരു തവണ ഫെയിലായി, 2 തവണ അവൻ വീണ്ടും ടെസ്റ്റ് എഴുതി പാസ്സായി, വീണ്ടും മെഡിക്കലിന് വിളിച്ചിട്ടുണ്ട്. ഏപ്രിൽ 23-നാണ് മെഡിക്കൽ എന്ന്. ഞാൻ ടീച്ചറോട് പറഞ്ഞു, കുട്ടിയുടെ അമ്മയോട് പറയണം, 200 പേജുള്ള ഒരു ബുക്ക് വാങ്ങി അതിൽ 23-ാം തീയതിക്ക് മുൻപായി ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ബുക്ക് തീരും വരെ എഴുതി ഭഗവാന് സമർപ്പിച്ച ശേഷം വനമാലയും നെയ്വിളക്കും പാൽപ്പായസവും നടത്താൻ മോൻ വന്നാൽ ഉടനെ പോയി ചെയ്യണമെന്ന്. അവൻ്റെ എല്ലാ പ്രശ്നവും ഭഗവാൻ മാറ്റി അവനെ ആ ജോലി കിട്ടും. ഇത് ഭഗവാന്റെ ഉറപ്പാണ്, ഞാനൊരു നിമിത്തം മാത്രം. അങ്ങനെ ഇന്നലെ 24 ടീച്ചർ എന്നെ വൈകുന്നേരം ഞാൻ വിളക്ക് കൊളുത്തി നാമം ചൊല്ലി തീർന്നപ്പോൾ വിളിച്ചു കേട്ടോ. ആ കുട്ടി സെലക്റ്റായി എന്ന് പറഞ്ഞു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. സാറേ, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. എൻ്റെ ഈ അനുഭവം ഒന്ന് വായിക്കണേ. ഇതിനു മുൻപ് ഞാൻ എഴുതിയത് വായിച്ചിട്ടില്ല. എന്താ കഥ? ഒരു നിമിത്തമായി എന്ന് പറയുന്നത് സത്യം തന്നെയാണല്ലേ. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളുടെ ചില വാക്കുകൾ കൊണ്ട് നമുക്കൊരു നിമിത്തമായി മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ സന്തോഷം. ഒന്നും പറയാനില്ല. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളുടെ സമാന പദ്ധതിയും പിന്നെ മുകളിൽ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. ഹരേ കൃഷ്ണ.